ഹായുടെ മക്കളെ, ശ്രീഭാമ മിസ് ആണ്. USSന്റെ സമയമാണല്ലേ. അപ്പോൾ USS അടിപൊളിയായിട്ട് പഠിച്ച് സെറ്റാക്കാനുള്ള ലാസ്റ്റ് സ്റ്റേജിലാണ് നിങ്ങളെന്ന് മിസ്സിന് അറിയാം. സോ നമ്മുടെ CM കിഡ്സ് സ്കോളർഷിപ്പിന് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നോക്കിയാലോ. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലോട്ട് മിസ് കടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ശ്രദ്ധിച്ചിരിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് വാങ്ങിച്ചെടുക്കണം USS. അതാണ് നമ്മുടെ ഒരു കോൺഫിഡൻസ് അല്ലേ. ആ കോൺഫിഡൻസോട് കൂടി തന്നെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? തന്നിരിക്കുന്ന പ്രസ്താവന ശരി ഏത്? എല്ലാ ലവണങ്ങളും ആസിഡുകളാണ്. എല്ലാ ആസിഡുകളും ശക്തി കൂടിയ സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണ്. ബേസുകൾക്കെല്ലാം കൈപ്പുരുചിയാണ്. അതേപോലെ H2SO4 സ്ട്രോങ് ആയിട്ടുള്ള ശക്തി ആയിട്ടുള്ള ആസിഡ് ആണെന്നാണ് പറയുന്നത്. ഏതാ മക്കളെ ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ളത്? ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. മൂന്നാമത്തേത് ബേസുകളെല്ലാം കയ്പ് എന്നുള്ളത് ഒക്കെയാണ്. H2SO4 ശക്തി കൂടിയതാണെന്നുള്ളതിലും നമുക്കിവിടെ സംശയമില്ല അല്ലേ. ബാക്കി എന്താണ്? എല്ലാ ലവണങ്ങളും സോൾട്ടുകളുടെ ആസിഡാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ എല്ലാ ആസിഡുകളും ശക്തിയുള്ളതൊന്നും അല്ല, ശക്തി ഇല്ലാത്തതും ഉണ്ട് അല്ലേ. സോ ഏതാണ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്? സി ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നു. അപ്പൊ എന്തൊക്കെയാണ് ആസിഡിന്റെ സ്പെഷ്യാലിറ്റി എന്ന് ആദ്യം മനസ്സിലാക്കുക. ആസിഡുകൾ പലതുണ്ട്, സ്ട്രോങ് ഉണ്ട്, വീക്ക് ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ നാരങ്ങ നീര്, മോര്, പുളി, വിനാഗിരി എന്നൊക്കെ ഉള്ളത് എന്താ മക്കളെ? അതൊക്കെ വീക്ക് ആയിട്ടുള്ള ആസിഡുകളാ അല്ലേ, ദുർബലമായിട്ടുള്ളതാ. അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറ്റുന്നില്ലല്ലോ. ഫുഡ് കഴിച്ചാൽ എന്തെങ്കിലും പറ്റുന്നുണ്ടോ? ഇല്ല. അതിനകത്തൊക്കെ ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും അതൊക്കെ വീക്ക് ആയിട്ടുള്ള ആസിഡുകളാണ്. അതേ സമയത്ത് ആസിഡ് പ്രസന്റ് ഇൻ ലൈക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് പോലെയുള്ളതൊക്കെ ആണെങ്കിൽ, ലബോറട്ടറികളിലൊക്കെ ഉപയോഗിക്കുന്ന ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ അത് ഇത്തിരി സീനുള്ള ആളുകളാണ്. അവരെന്താ? സ്ട്രോങ് ആയിട്ടുള്ള ശക്തി കൂടിയിട്ടുള്ള ആസിഡുകളാണ്. റെഡി അല്ലടാ? ഓക്കെ അല്ലേ? അതേപോലെ ഇതിലൊരു പോയിന്റ് ഞാൻ കണ്ടു. അത് ഞാൻ ലിറ്റ്മസ് പേപ്പറിന്റെ കാര്യമാണ്. അത് നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യനിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് മിസ് ഇപ്പോൾ പറയുന്നില്ല. പിന്നെ നമ്മൾ പഠിക്കേണ്ട കാര്യം ആൽക്കലിയുടെ സ്പെഷ്യാലിറ്റി ആണ്. വേണമെങ്കിൽ ലിറ്റ്മസ് പേപ്പർ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ആസിഡില് നീല ലിറ്റ്മസ് പേപ്പർ ചുവപ്പായിട്ട് മാറുകയാണ് ചെയ്യാലേ. സോ എന്താണ്? ലിറ്റ്മസ് പേപ്പറിൽ നീല ലിറ്റ്മസ് പേപ്പർ ചുവപ്പ്. അത് പഠിക്കാനും സിമ്പിൾ ആണ്. ആസിഡിൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് ആകുന്നു. ABR എന്ന് പഠിച്ചാൽ മതി. A ഫോർ ആസിഡ്, ബ്ലൂ, റെഡ് ആകുന്നു. പഠിച്ചു വെച്ചില്ലേ? ABR ഇപ്പൊ തന്നെ പഠിച്ചോ. ഇനിയിപ്പോൾ അതിന് പഠിക്കേണ്ട ആവശ്യം വരരുത്. അതേപോലെ തന്നെ ഒരൊറ്റ പോയിന്റ് കൂടെ മിസ് പറയാൻ വിട്ടുപോയി. പുളി രുചിയിലെ ആസിഡിന് എന്ത് ടേസ്റ്റ് ആണ്? നമുക്ക് പറയാൻ പറ്റും സോർ ടേസ്റ്റ് ആണ്. ഇപ്പൊ ഒരു നാരങ്ങ കഴിച്ചാൽ എന്നല്ലേ നമ്മൾ പറയാ. ദാറ്റ് മീൻസ് പുളി രുചിയാണ്. അതേപോലെ ആൽക്കലിയുടെ സ്പെഷ്യാലിറ്റി എന്താ? ബിറ്റർ ടേസ്റ്റ് ആണ്. സോപ്പി ഫീൽ റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുന്നു. കയ്പ് രുചി. നമ്മളിപ്പോൾ ഒരു സോപ്പ് അറിയാതെ വായിലിട്ടു, അത് സോപ്പില്ലെങ്കിലും പോട്ടെ, പേസ്റ്റ് അറിയാതെ വിഴുങ്ങിക്കഴിഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞൊരു കയ്പ് എക്സ്പ്രഷൻ അല്ലേ. അതേപോലെ വഴുവഴുപ്പ്, സോപ്പൊക്കെ ഉപയോഗിച്ചാൽ വഴുവഴുന്നല്ലേ ഇരിക്കുക, സോപ്പി ഫീൽ അല്ലേ. അതേപോലെ തന്നെ ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കുക ചെയ്യുക. അത് പഠിക്കാനും സിമ്പിളാണ്. RBB പഠിച്ചാൽ മതി. റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കുന്നത് ബേസിലാണ്. RBB. അപ്പൊ ABRും RBBയും. A ആസിഡ്, ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് ആക്കുന്നു. RBB പറയുമ്പോൾ റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആകുന്നത് ബേസിലാണ്. സെറ്റ് അല്ലടാ? ഈസി ആയിട്ട് പഠിച്ചുകൂടെ? അടുത്ത് പോവാം. പഴത്തൊലി, പച്ചക്കറി എന്നിവയുടെ ജൈവ മാലിന്യങ്ങളിൽ പെടുന്നു. ലോഹങ്ങൾ, ബാറ്ററി അജൈവം. And biodegradable waste are harmful for the environment. And അതേപോലെ തന്നെ നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ആർ ഡിസോൾവ് ഇൻ സോയിൽ. ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാ മക്കളെ വന്നിട്ടില്ലേ? ഇതെല്ലാം കേട്ടോ. 1ഉം 2ഉം ആണോ? 1ഉം 3ഉം ആണോ? 2ഉം 4ഉം ആണോ? ആൻഡ് 3ഉം 4ഉം ആണോ ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. പഴത്തൊലി, പച്ചക്കറി എന്നിവ ജൈവ മാലിന്യങ്ങളിൽ പെടുന്നു എന്നുള്ളതിൽ നമുക്ക് സംശയമൊന്നുമില്ല. ലോഹങ്ങൾ, ബാറ്ററി അജൈവമാണെന്നുള്ളതിലും നമുക്ക് സംശയമൊന്നുമില്ല. പിന്നെ ബാക്കിയുള്ള 2 തെറ്റാണ് പറയാൻ പറ്റും അല്ലേ. അപ്പൊ എന്താ മക്കളെ ബയോഡിഗ്രേഡബിൾ, എന്താ നോൺ ബയോഡിഗ്രേഡബിൾ? നമ്മളെല്ലാവരും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വേസ്റ്റ് ഉണ്ടാവുമല്ലോ. അത് ചില വേസ്റ്റ്, അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള വേസ്റ്റ്, ഇപ്പം നമ്മൾ പറഞ്ഞ വെജിറ്റബിൾസിൻ്റെ, ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മണ്ണിലോട്ട് വലിച്ചെറിയും, അല്ലെങ്കിൽ ഒരു കുഴി ഉണ്ടാക്കി അതിനകത്തിട്ട് മൂടും അല്ലേ. അങ്ങനെയുള്ള സാധനങ്ങളൊന്നും മണ്ണിലിട്ടാൽ സീനില്ല അല്ലേ. അപ്പം അങ്ങനെ മണ്ണിൽ അലിഞ്ഞു ചേരുന്നതിനെയാണ് നമ്മൾ ജൈവ മാലിന്യങ്ങൾ. ദ വേസ്റ്റ് ദാറ്റ് ഡീകമ്പോസസ് ഗെറ്റ് ഡിസോൾവ് കംപ്ലീറ്റ്ലി, അത് ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ജൈവ മാലിന്യം പറയാം. ഒരു പഴത്തൊലി എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അതെന്തായാലും എന്ത് ചെയ്യും? അതിനകത്തുള്ള ബാക്ടീരിയാസും കാര്യങ്ങളൊക്കെ, അതിൽ നിന്ന് മൈക്രോബ്സ് ഒക്കെ വർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിനെ ലയിപ്പിക്കും. കുറേ കാലം കഴിഞ്ഞ് അതവിടെ കാണാൻ പറ്റുമോ? ഇല്ല. അതേ സമയത്ത് ഞാനൊരു ബാറ്ററിയാണ് കൊണ്ടിട്ടെന്നുണ്ടെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും ഇങ്ങനെ ഇരിക്കുന്ന സാധനം, ഒരനക്കം ഉണ്ടാവില്ല അല്ലേ. അങ്ങനെയുള്ളതിനെ സൂക്ഷ്മജീവികൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സമയത്ത് അതുപോലെയുള്ള സാധനങ്ങളെയാണ് അജൈവ മാലിന്യങ്ങൾ അല്ലെങ്കിൽ നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് പറയാം. പ്ലാസ്റ്റിക്, ഗ്ലാസ് പീസ്, മെറ്റൽ, ഇലക്ട്രോണിക് വേസ്റ്റ് പോലെയുള്ള സാധനങ്ങളൊക്കെ ഏതാ പറയാൻ പറ്റുക? നോൺ ബയോഡിഗ്രേഡബിൾ ആണ്, അജൈവമാണ് പറയാൻ പറ്റും. അടുത്തിലോട്ട് പോവാം. ഐഡന്റിഫൈ ദ ഓർഗനൈസേഷൻ ഇൻ ദ ഗിവൺ പിക്ചർ. ഇതിനകത്തുള്ള ഓർഗനൈസേഷൻ ഏതാ ചോദിച്ചു? ഹരിതകർമ്മസേന,
ഫുഡ് സെക്യൂരിറ്റി, തൊഴിലുറപ്പ്, പാലിയേറ്റീവ് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഹരിതകർമ്മ സേനയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയാൻ പറ്റും അല്ലേ. എന്താ മക്കളെ ഹരിതകർമ്മ സേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ വന്നിട്ട് വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് അല്ലേ. നമ്മൾ ഈ പ്ലാസ്റ്റിക് പോലെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും, നമുക്ക് പുറത്തെന്തായാലും വലിച്ചെറിയാൻ പറ്റില്ലല്ലോ, അത് മണ്ണിനും പ്രശ്നമാണ്, മൊത്തത്തിൽ പ്രശ്നമാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ചേച്ചിമാർ വന്നിട്ട് മന്ത്ലി ഒരു ചെറിയ പേയ്മെന്റ് ഒക്കെ ആണ് കൊടുത്താൽ മതി അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും, അവരത് കളക്ട് ചെയ്ത് കൊണ്ടുപോയിക്കോളും, അവരത് റീസൈക്കിൾ ചെയ്ത് വീണ്ടും സെറ്റാക്കും അല്ലേ. അപ്പോൾ നല്ല പരിപാടിയല്ലേ. അപ്പോൾ അതുപോലെയുള്ള കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനാ സംവിധാനമാണ് ഹരിതകർമ്മ സേന എന്ന് പറയുന്നത്. അപ്പൊ പഞ്ചായത്തും അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റി അതുപോലെ ഒക്കെ എന്താണ് അവരൊക്കെ കൂടി ചേർന്നിട്ടാണ് പ്രധാനമായിട്ടും ഇത് സെറ്റ് ചെയ്തത്. വാതിൽപ്പടി ശേഖരണം നടത്തുക എന്നൊക്കെ പറയും അല്ലെ. നമ്മുടെ വാതിൽപ്പടിയിൽ വന്നിട്ട് അവരത് കളക്ട് ചെയ്ത് കൊണ്ടുപോയിക്കോളും, വീട്ടിൽ വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകും. അപ്പൊ നമ്മുടെ 2017 ഒക്ടോബർ മാസത്തിലാണ് കേരളത്തിൽ എന്ത് ചെയ്തത്, ഇത് സെറ്റായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. സോ ഹരിതകർമ്മ സേന ഇസ് ആൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ വർക്കിംഗ് ഫോർ ദ ഫീൽഡ് ഓഫ് സാനിറ്റേഷൻ വേസ്റ്റ് മാനേജ്മെന്റ് ഇൻ ദ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസ് ഓഫ് കേരള എന്ന് പറയാൻ പറ്റും. ആൻഡ് ദ സിസ്റ്റം വിച്ച് ഫോം ഇൻ ദി ഇനീഷ്യേറ്റീവ് ഓഫ് പഞ്ചായത്തും മുനിസിപ്പാലിറ്റീസ് ഒക്കെ കൂടിയിട്ടാണ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടാണ് ചെയ്തത്. ഇത് 2017 ഒക്ടോബറിലാണ് എന്ത് ചെയ്തത്, സെറ്റായിട്ട് ഫോം ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കേരള ഗവൺമെന്റിന്റെയാണ്. റെഡി അല്ലേ, അടുത്തലോട്ട് പോവല്ലേ. മസ്തിഷ്കത്തിന്റെ പ്രവർത്തനങ്ങളെ തിരഞ്ഞെടുക്കുക. പേശി ചലനങ്ങളെ ഏകോപിപ്പിക്കുക, ഓർമ്മയും ബുദ്ധിയും ഹാനികരമായ രാസവസ്തുക്കളെ നിർവീര്യമാക്കുക, വികാരങ്ങളും ഭാവനകളും. ഏതാ മക്കളെ വരാ, അതിനകത്തിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും ഡി ആണ് അല്ലേ. 1, 2, 4 ശരിയാ. പേശി ചലനങ്ങൾ ഏകോപിപ്പിക്കുന്നു കറക്റ്റാണ്, ഓർമ്മയും ബുദ്ധിയും കറക്റ്റാണ്, വികാരങ്ങളും ഭാവനയും കറക്റ്റാ. ഇത് തെറ്റാ അല്ലെ. ഹാനികരമായ വസ്തുക്കളെ നിർവീര്യമാക്കുന്ന ആ പരിപാടി എന്ത് ചെയ്യുന്നില്ല. അപ്പൊ നമുക്കതിൽ പഠിക്കേണ്ട മെയിൻ കാര്യമാണ് എന്താണ് നെർവസ് സിസ്റ്റം, എന്താണ് ബ്രെയിൻ ഒക്കെ നമ്മൾ പഠിക്കണം അല്ലേ. എന്താണ് നെർവസ് സിസ്റ്റം? പെണ്ണ് ഒരാൾ അടിച്ചാ എനിക്ക് പെട്ടെന്ന് നീ എന്താടാ കാണിച്ചത് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്താ, എനിക്ക് പെട്ടെന്ന് പ്രതികരിക്കണം അല്ലേ. ഞാനൊരാളെ അടിച്ച് ഞാൻ തിരിച്ച് പ്രതികരിക്കില്ലേ, നീ എന്ത് പരിപാടിയാണ് കാണിച്ചു ചോദിക്കില്ലേ. എന്തുകൊണ്ടാ, നമ്മുടെ നെർവസ് സിസ്റ്റയുടെ വർക്ക് ചെയ്തു. നമുക്ക് എന്ത് പ്രതികരണം ചെയ്യണമെങ്കിലും പ്രതികരിക്കാൻ നമ്മളെ സഹായിക്കുന്നത് നെർവസ് സിസ്റ്റം. അതിനകത്ത് എന്തൊക്കെയുണ്ട്, ബ്രെയിന്, സ്പൈനൽ കോഡ്, നെർവ്സ്, മസ്തിഷ്കം, സുഷുമ്ന, നാഡികള്, നടിഞ്ഞരമ്പ് വലിഞ്ഞു മുറുകുന്ന നാഡികളുണ്ട്, സുഷുമ്നയുണ്ട്, ബ്രെയിൻ ഉണ്ട്. അപ്പൊ അതിൽ മെയിൻ ആയിട്ടുള്ള ആളാണ് ബ്രെയിന്. ഇത് പഠിക്കണേ, പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. എന്താ മക്കളെ ഈ ബ്രെയിനിന്റെ സ്പെഷ്യാലിറ്റി? നമ്മുടെ എല്ലാ കാര്യം അവിടെ അല്ലടെ ഇരിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ USS അടക്കപ്പം അവിടെ ഇരിക്കുന്നത്. USS പഠിക്കണം എന്ന് ബ്രെയിനാണ് പറഞ്ഞിരുന്നല്ലേ. അപ്പൊ ശരീരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് മസ്തിഷ്കം. മസ്തിഷ്കത തലയോട്ടി എന്ന് ഇത് പറയല്ലേ, അതിനകത്താണ് ഇത് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. എന്തൊക്കെയാണ് അതിന്റെ ഫങ്ഷൻസ്? പേശി ചലനങ്ങളെ നിയന്ത്രിക്കുക, നമ്മളിത് ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ പഠിക്കണം. അപ്പൊ USS ആണ് പഠിക്കണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ ബ്രെയിനാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതുപോലെ കാഴ്ച, കേൾവി, ഓർമ്മ, ഭാവന, വികാരം, ബുദ്ധിയുടെ ഒക്കെ ഒരു കേന്ദ്രം, ഈ കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നത് നമ്മുടെ മസ്തിഷ്കത്തിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രതികരിക്കാനും വേണ്ടി നമ്മളെ സഹായിക്കുന്നതും എന്താണ്, ബ്രെയിൻ ആണെന്ന് പറയാൻ പറ്റും. സോ ബ്രെയിൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓർഗൻ ഇൻ ബോഡി. protect inside the skull. Some of the major function of the brain എന്ന് പറയുന്നത് control movement of various muscles, പല മസിൽസിനെയും കൺട്രോൾ ചെയ്യുന്നു, ആൻഡ് കോർഡിനേറ്റ് ഓൾ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ബോഡി. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, പല റിയാക്ഷൻസും കാര്യങ്ങളും ചെയ്യുന്നത്, ആൻഡ് മെമ്മറി, ഇന്റലിജൻസ്, ഇമാജിനേഷൻ, ഇമോഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ എന്താണ്, മസ്തിഷ്കമാണ് അല്ലെങ്കിൽ ബ്രെയിൻ ആണ് അല്ലേ. അപ്പൊ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ പണി വാളെന്ന് മനസ്സിലാക്കി തരുന്നതും നിങ്ങളുടെ ബ്രെയിൻ ആണ് അല്ലേ. അപ്പൊ അതാണ് സെറ്റ് അല്ലേ. അടുത്ത് നോക്കാം. താഴെ കൊടുത്തതിൽ അസിഡിറ്റിക്ക് അനുയോജ്യമായവ മാത്രം, സ്യൂട്ടബിൾ ഫോർ അസിഡിറ്റി മാത്രം സെലക്ട് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. നെഞ്ചരിച്ചില്, പുളിച്ചേട്ടൽ, മലബന്ധം, ആമാശയത്തിൽ നീറ്റൽ, ഇതെല്ലാം ഉണ്ടോന്നാണ്. നമുക്ക് ഓഫ് കോഴ്സ് ഇത് പറയാൻ പറ്റും. മുകളിൽ പറഞ്ഞ എല്ലാം ഓൾ ഓഫ് ദീസ് ആണ് കറക്റ്റ്. സോ ഏതാ മക്കളെ ആൻസർ വരിക, ഏതാണ് ആൻസർ വരിക? ഓൾ ഓഫ് ദീസ് എന്ന് പറയുമ്പോൾ യെസ്, ഓപ്ഷൻ ഡി ആയിട്ടുള്ള ഓൾ ഓഫ് ദീസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള അല്ലേ. എന്താ മക്കളെ ഈ അസിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആർക്കെങ്കിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ വരാതിരിക്കട്ടെ. അപ്പൊ നമുക്ക് മനസ്സിലാവും ഭയങ്കര പ്രശ്നമാണ് അല്ലേ. നമുക്ക് ഭയങ്കര പുളിച്ചത് കിട്ടലും പല പല പ്രശ്നങ്ങളും വരും. എന്താണ് കാര്യം ചോദിച്ചാൽ, നമ്മുടെ ബോഡിയുടെ അകത്ത് ഒരു ഫുഡ്, നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡും, മന്തിയും ബിരിയാണിയും സാധനങ്ങളൊക്കെ ദഹിപ്പിക്കുന്ന ആരാ? ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞ HCl ആണ് നമ്മുടെ ബോഡിക്കകത്ത് ഇത് ലയിപ്പിക്കുന്ന ആളല്ലേ. ഈ ആസിഡിന്റെ അളവ് ഇച്ചിരി കൂടി വിചാരിച്ചോ, അപ്പം കൂടിയാലും കുറഞ്ഞാലും പ്രശ്നം. കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാടാ, നമ്മുടെ ബോഡിയിൽ ആസിഡിന്റെ അംശം കൂടിയില്ലേ, അപ്പോഴാണ് നമ്മൾ അസിഡിറ്റി വന്നു പറയാം. ഈ അസിഡിറ്റി വന്നാൽ അതും ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഏതാ ചോദിച്ചാൽ പറയണം, ആന്റാസിഡുകളാണ്. അതിന്റെ ആന്റാസിഡ് പ്രിസ്ക്രൈബ് ചെയ്തേ ചോദിച്ചാൽ നിങ്ങൾ പറയണം. ആന്റാസിഡ് എന്ന് പറയുന്നത് ഒരു ബേസ് ആണ്. ഓക്കെ,
ബേസ് ആണ്. മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് കൊണ്ടാണ് ഈ അന്റാസിഡ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അതൊന്ന് പഠിച്ചു വെച്ചോ, എക്സാമിന് ചോദിക്കും ചിലപ്പോൾ. അപ്പൊ ഇത് പഠിച്ചു വെച്ചേക്കാം. അപ്പൊ ഈ സാധനം ആസിഡ് ആണ് കൂടിയത്. ആസിഡ് കൂടിക്കഴിഞ്ഞാൽ അവനെ തളർത്താൻ ഒരു ബേസ് വരണം. സ്ട്രോങ് ആയ ഒരുത്തനെ തളർത്താൻ മറ്റൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരുത്തൻ വരണ്ടേ. അവിടെ നടക്കുന്ന റിയാക്ഷൻ ആണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ, അല്ലെങ്കിൽ നിർവീരീകരണം എന്ന് പറയും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അന്റാസിഡ് പ്രിസ്ക്രൈബ് ചെയ്തത്. അല്ലെങ്കിൽ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണുള്ളത്, അതൊരു ബേസ് ആണ്. അപ്പൊ ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്താൽ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും. അപ്പൊ അബ്ഡോമിനൽ പെയിൻ, ഹേർട്ട് പെയിൻ, നോസിയ, കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഇതിന്റെ സിംറ്റംസ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. സെറ്റ് അല്ലേടാ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഉപകരണം തിരിച്ചറിയാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. ഏതാണ് ഈ ഉപകരണം? ഇത് കുറച്ചെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിലേതാ? ബാരോമീറ്റർ, സ്കെയില്, തെർമോമീറ്റർ, ഇലക്ട്രോമീറ്ററിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം തെർമോമീറ്റർ ആണ് അല്ലേ. നമ്മുടെ പനിയും കാര്യങ്ങളും വന്നാൽ ഇവിടെയും ഇവിടെയൊക്കെ വെച്ച് നോക്കുന്ന സാധനം അല്ലേ. ശരീരത്തിന്റെ താപനില അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന the devices which used to measure the body temperature ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ തെർമോമീറ്റർ ഉള്ളത്. തെർമോ ടെമ്പറേച്ചർ സുഖമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ. സോ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഇതിനോട് അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അടിപൊളിയായി തന്നെ എക്സാം എഴുതണം. നിങ്ങൾക്ക് എല്ലാവർക്കും USS കിട്ടണം എന്നാണ് മിസ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത്. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ഉഷാറായിട്ട് എക്സാമും കാര്യങ്ങളും എഴുതാം, USS വാങ്ങിച്ചെടുക്കാം. ഓക്കെ, ആൻഡ് താങ്ക് യു സോ മച്ച് ആൻഡ് ടേക്ക് കെയർ ആൻഡ് ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ.